കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ്. ഇനി ഇവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയുടെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് വരാവുന്ന ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയാണ്. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകളാണ്. ആദ്യം ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയിലോട്ട് നോക്കാം. ഇതാണ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയും ഇതിന്റെ പ്രൂഫും ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ, ഇഫ് എക്സ് ഇസ് എനി റിയൽ നമ്പർ, എത്ര തന്നെ വലുതായാലും there exists nx belongs to a natural number greater than x. അതായത് അത് നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. എത്ര തന്നെ വലിയ എക്സ് എടുത്താലും അതിന്റെയും അപ്പുറത്ത് എന്തുണ്ട്? ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. ആ നാച്ചുറൽ നമ്പർ ഈ എക്സിനെ ഡിപെൻഡ് ചെയ്യും. കാരണം എക്സ് അങ്ങോട്ട് നിങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ നാച്ചുറൽ നമ്പർ വലുതായിക്കൊണ്ടേയിരിക്കും. സോ എത്ര തന്നെ വലിയ റിയൽ നമ്പർ എക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെയും അപ്പുറത്ത് ഒരു നാച്ചുറൽ നമ്പർ nx പോസിബിൾ ആണ്, nx എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. നമുക്ക് അതിന്റെ പ്രൂഫ് അഗൈൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. If possible, suppose that എന്താ സപ്പോസ് ചെയ്യേണ്ടത്? ഇങ്ങനൊന്നും പോസിബിൾ അല്ല. ഈ പറഞ്ഞ റിസൾട്ട് പറഞ്ഞാൽ ഏത് എക്സ് എടുത്താലും അതിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ ഉണ്ടെന്നല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can find a real number x so that there is no nx greater than that x. If possible, suppose that there exists x belongs to R such that no natural number is greater than x. അപ്പൊ അങ്ങനെ ഒരു എക്സ് നമുക്ക് കാണാൻ പറ്റും, അതിനേക്കാൾ വലിയ എന്തില്ല, നാച്ചുറൽ നമ്പർ ഇല്ലാത്തത്. അതാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ കോൺട്രഡിക്ഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ എക്സിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് all natural numbers are less than or equal to x. അപ്പൊ ഏതോ ഒരു എക്സ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ഒരു നാച്ചുറൽ നമ്പർ ഇല്ല. അതിന്റെ അർത്ഥം ആ എക്സ്, അപ്പൊ ഇവിടെ nx ഒക്കെ നമുക്ക് തൽക്കാലം എടുക്കും, ഇതാണ് ആ എക്സ് എന്ന് വിചാരിച്ചോളൂ. ഈ എക്സിന്റെ അപ്പുറത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല, അതിന്റെ അർത്ഥം എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ആയി ഏത് എക്സ്. Therefore x is an upper bound of the set of natural numbers. ഇനി by supremum property നമ്മൾ supremum property അപ്ലൈ ചെയ്യാൻ പോവാണ്. supremum property പറയുന്നത് a set which is bounded above a non-empty subset of real numbers which is bounded above as a supremum in R. അപ്പോൾ ഇവിടെ natural numbers എന്ന് പറയുന്ന സെറ്റ് bounded above by xi. x is an upper bound for n. So by supremum property of R, R ന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ n. There is a real number which is supremum of n. A property പറയുന്നത് ഇതാണ്, every non-empty subset which is bounded above has a supremum. ആ supremum ഏതിന് ഉണ്ടാവും? n ന് ഉണ്ടാവും. So that's a real number. So let u is equal to supremum of n. So 1, 2, 3 etc. n എന്ന് പറയുന്ന സെറ്റ് ഇവിടെ ഉണ്ട്. അതിന്റെ അപ്പർ ബൗണ്ട് ആണ് x. ഇതിന്റെ സുപ്രീം ആയിട്ട് ഞാൻ u എടുക്കും. അപ്പോൾ സുപ്രീമത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇതൊരു അപ്പർ ബൗണ്ട് ആവും. അതിനേക്കാൾ ചെറിയ ആരും എന്താവാൻ പറ്റില്ല, അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. സോ ഞാനിവിടെ u-1 ഫോക്കസ് ചെയ്യുന്നു.
then u minus 1 is not an upper bound of n. u minus 1 എന്തായാലും എന്തിന്റെ അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല, എന്നിന്റെ അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. കാരണം u ആണ് സുപ്രീമം. u റിയൽ നമ്പർ ആണ്, u minus 1 റിയൽ നമ്പർ ആണ്, ഇത് രണ്ടും നാച്ചുറൽ നമ്പർ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി u minus 1 അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ u minus 1 അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പും പല കേസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. u minus 1 ഈ സെറ്റിന്റെ ഏത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റിന്റെ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ, അല്ലാന്ന് എപ്പോഴാ പറയാ, അപ്പർ ബൗണ്ട് ആവുന്നത് എല്ലാവരും u minus 1 ചെറുതോ ഈക്വലോ ആവുമ്പോഴാണ്. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയണമെങ്കിൽ ഈ സെറ്റിലെ u minus 1 വലുതായിട്ട് ആരോ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. Therefore, a natural number m such that u minus 1 is less than m. അങ്ങനെ നാച്ചുറൽ നമ്പർ ഉണ്ടാവും, അത് എവിടെയെങ്കിലും m. That implies u is less than m plus 1. u is less than m plus 1. m natural number ആണ്, m plus 1 natural number ആണ്. So u is a real number. So u is less than m plus 1. ആരായിരുന്നു u? u is the supremum of the set of natural numbers എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഏതിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം യുവിനേക്കാൾ. പക്ഷെ ഇവിടെ കിട്ടിയിരിക്കുന്ന m plus 1 ഏതിനേക്കാൾ വലുതാണ്, യുവിനേക്കാൾ വലുതല്ലേ. So that is a contradiction. എന്തിനാ കോൺട്രഡിക്ഷൻ? u is equal to supremum of n. അതൊരു കോൺട്രഡിക്ഷൻ ആയി. എന്തുകൊണ്ടായി കോൺട്രഡിക്ഷൻ വന്നിരിക്കുന്നത്? Therefore assumption is wrong. So for x belongs to R, there exists nx such that ഒന്നുകൂടെ നോക്കാം. പ്രൂഫില് നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ഏത് എക്സ് എടുത്താലും അതിന്റെ അപ്പുറത്തെ നാച്ചുറൽ നമ്പർ ഉണ്ടെന്നാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ എല്ലാം അസ്യൂം ചെയ്യുന്നു. സോ ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് there is an x which is greater than all natural numbers. അതിനർത്ഥം ആ എക്സ് എന്തായി മാറി, നാച്ചുറൽ നമ്പേഴ്സിന്റെ അപ്പർ ബൗണ്ട് ആയി. നാച്ചുറൽ നമ്പേഴ്സിന്റെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന സെറ്റ് ബൗണ്ടഡ് അബോവ് ആയി. ബൗണ്ടഡ് അബോവ് ആണെങ്കിൽ ബൈ സുപ്രീം പ്രോപ്പർട്ടി നാച്ചുറൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റിലെ so every non-empty subset of real numbers which is bounded above as a supremum തന്നെ. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിന് എന്തുണ്ടാവണം, സുപ്രീമം ഉണ്ടാവണം. ആ സുപ്രീമം തന്നെ u എന്ന് വിളിച്ചു, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് u minus 1 ആണ്. സോ u minus 1 എന്താവാൻ പറ്റില്ല, നാച്ചുറൽ നമ്പേഴ്സിന് അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. അതിനർത്ഥം u minus 1 വലുതായിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവണം, അതിനൊരു m എന്ന് വിളിച്ചു. സോ u minus 1 is less than m എന്ന് വരും. So u minus 1 less than m ആണെങ്കിൽ u is less than m plus 1 ആയി. So the supremum എന്ന് വിളിച്ചിരിക്കുന്ന u ഏതൊരു നാച്ചുറൽ നമ്പറിനേക്കാൾ ചെറുതായി. അതൊരിക്കലും പറ്റില്ലല്ലോ. Supremum is an upper bound. So that's a contradiction. ഈ contradiction കിട്ടാനുള്ള കാരണം നമ്മൾ assumption is wrong. So എന്താ റിസൾട്ട്, ഏത് റിയൽ നമ്പർ എടുത്താലും അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്, ഒരു നാച്ചുറൽ നമ്പർ. സോ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി ഏതാണ്, ഏത് റിയൽ നമ്പർ എടുത്താലും അതിന്റെ അപ്പുറത്ത് ഏതുണ്ട്, നാച്ചുറൽ നമ്പർ. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് വരാവുന്ന ചില റിസൾട്ടുകളാണ് ഇനി അടുത്ത പറയുന്നത്. സോ കൊറോളറി 1 for epsilon greater than 0 there exists n epsilon belongs to n such that 1 by n epsilon is less than epsilon. ഇത്രയേ ഉള്ളൂ റിസൾട്ട്. എത്ര തന്നെ വലിയ എക്സ് എടുത്താലും അതിന്റെ അപ്പുറത്ത് ഏതുണ്ട്, ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടായാലും നമ്മൾ അതിനെ എക്സ് വിളിച്ചു. ഇനി അതേപോലെ തന്നെ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എത്ര തന്നെ ചെറിയ 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 സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ എടുത്താലും അതിന്റെ ഇപ്പുറത്ത് ഒരു 1 by n എപ്സിലോൺ ഉണ്ടാവും. പ്രൂഫ് വളരെ എളുപ്പമാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 implies
1 by epsilon greater than 0. അതുപോലെ ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. എപ്സിലോൺ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 by epsilon വളരെ വലുതായി. Then by Archimedean property, there exists n അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? 1 by epsilon അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. 1 by epsilon ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ n epsilon എന്ന് വിളിക്കുകയാണ്. belongs to n such that 1 by epsilon is less than n epsilon. അതായത് epsilon വളരെ ചെറുത്, 1 by epsilon വളരെ വലുത്. അതിന്റെ അപ്പുറത്ത് ഏതുണ്ടാവും? ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും, n epsilon. So n epsilon. അല്ലെങ്കിൽ നേരെ തിരിച്ച് epsilon ഇങ്ങോട്ട് പോയി, n epsilon ഇങ്ങോട്ട് പോയി. So എന്തായി? For epsilon greater than 0, there is a natural number n epsilon such that 1 by n epsilon is less than epsilon. എപ്സിലോണിനേക്കാൾ ചെറുതായിട്ട് എന്ത് പോസിബിൾ ആണ്? നാച്ചുറൽ നമ്പർ പോസിബിൾ ആണെന്നല്ല, എപ്സിലോണിനേക്കാളും ചെറുതായിട്ട് 1 by n നാച്ചുറൽ നമ്പർ ഉണ്ടാവും. Corollary 2 നോക്കാം. If s is equal to set 1 by n where n belongs to n, നമുക്ക് അറിയാവുന്ന സെറ്റാണ്. ആ സെറ്റിലെ മെമ്പേഴ്സ് വരാവുന്നത് 1, 1 by 2, 1 by 3 ഇങ്ങനെയാണ്. ഇതിന്റെ ഇൻഫിമം അപ്രോച്ചിങ് ടു 0 ആണ്, ഇൻഫിമം 0 ആണ്. സോ ഫൈൻഡ് ഇൻഫിമം. വാട്ട് ഇസ് ഇൻഫിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എന്ന് ഡയറക്റ്റ് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ഇൻഫിമം ഓഫ് 1 by n is 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനുള്ള പ്രൂഫ് ഇതാണ്. If s is 1 by n, 1 by n ആകുമ്പോൾ അതിലെ ടേംസ് ഒക്കെയും പോസിറ്റീവ് ആണ്. So clearly 0 is a lower bound of s. So 0 lower bound ആണ്. So 0 lower bound ആണെന്ന് മാത്രമല്ല, ഇതിലെ നമ്പേഴ്സ് 1, 1 by 2 ഒക്കെ ഇതിലെ മെമ്പർ ആണെന്നുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്യാം. So it is a non-empty set which is bounded below. So by infimum property, there is an infimum. Infimum property അനുസരിച്ച് അതിനൊരു infimum ഉണ്ടാവും. Let W is equal to infimum of s. ആ infimumത്തിനെ ഞാൻ ഏതെന്ന് വിളിക്കുകയാണ്? W എന്ന് വിളിക്കുകയാണ്. അപ്പൊ അങ്ങനെ 0 ഒരു ലോവർ ബൗണ്ട് ആണ്, W അതിന്റെ infimum ആണെങ്കിൽ തീർച്ചയായും 0നേക്കാൾ വലുതായിരിക്കണം ഏത്? W. So W എന്ന് പറയുന്നത് ഓക്കെ സെറ്റ്. സോ W ഇവിടെ ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് തന്നെ ഏത്? 0. 0 ഒരു ലോവർ ബൗണ്ട് ആണ്. W is the greatest lower bound. So therefore 0 is less than or equal to W. അപ്പൊ അത് ഒരു കണ്ടീഷൻ അവിടെ കിടക്കട്ടെ. ഇനി now for epsilon greater than 0, by Archimedean property, epsilon greater than 0 യും Archimedean property തമ്മിലുള്ള കണക്ഷൻ ഇത് ഈ corollary 1 ൽ പറഞ്ഞു. epsilon greater than 0 ആണെങ്കിൽ 1 by epsilon വലിയ നമ്പറായി, അതിന്റെ അപ്പുറത്ത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് എപ്സിലോണിൻ്റെ ഇപ്പുറത്ത് 1 by a നാച്ചുറൽ നമ്പർ ഉണ്ടാവും. അതായത് 1 by n epsilon ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള രീതി. By Archimedean property, there exists n epsilon belongs to n such that 1 by n epsilon is less than epsilon. അപ്പൊ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്ന കാര്യം ഇതാണ്. 1 ഉണ്ട്, 1 by 2 ഉണ്ട്, ഇങ്ങനെ പോകുന്നു. 0 is a lower bound, W is infimum, and for epsilon greater than 0 നമുക്കൊരു നാച്ചുറൽ നമ്പർ n epsilon കിട്ടും. ആ എപ്സിലോണിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് 1 by n epsilon, ഈ 1 by n epsilon എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ മെമ്പർ ആണ്, എസിലെ മെമ്പർ ആണ് 1 by n epsilon. അത് ഏത് തന്നെ n epsilon ആയാലും. So using 1 we get 0 less than or equal to W less than or equal to 1 by n epsilon less than epsilon.
W എന്നുള്ളത് ചിലപ്പോൾ 1 n epsilon ആവും, അറിയില്ല. So 0 less than or equal to W less than epsilon എന്നോ. ഇത് നമ്മൾ ഇതിന് മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫോർ ഇത് എപ്സിലോൺ ആർബിട്രറി ആണ്. എപ്സിലോൺ ഏത് തന്നെ വന്നാലും എപ്സിലോണിനേക്കാൾ എത്ര തന്നെ ചെറിയ എപ്സിലോൺ ആയാലും അതിനേക്കാൾ ചെറുതാണ് ഏത് W. അങ്ങനെ വരുമ്പോൾ ഈ W ഏതാവാനേ പറ്റുള്ളൂ? 0 ആവാനേ പറ്റുള്ളൂ. Since epsilon is arbitrary, we get W is equal to 0. W എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ എടുത്തിരിക്കുന്നത്? Infimum. So infimum is equal to infimum is equal to. That is the second corollary. Say 1 by n set 1 by n infimum ഏതാണ്? 0 ആണ്. Set 1 by n infimum 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രയും എടുത്തിട്ടുള്ളൂ? ഇതിന്റെ ലോ ബൗണ്ട് ആവും 0. ലോ ബൗണ്ട് ആണെങ്കിൽ ബൗണ്ടഡ് ബിലോ ആയ ആ സെറ്റ് അതിന് ഇൻഫിമം ഉണ്ടാവും. ആ ഇൻഫിമത്തിന് W എന്ന് വിളിക്കാം. പിന്നെ ഈ ഫസ്റ്റ് കൊറോളറി എന്ന് അപ്ലൈ ചെയ്തു. ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും നമുക്ക് 1 by n എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു 1 by n കിട്ടും. ആ 1 by n എന്ന ഈ സെറ്റിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനീക്വാലിറ്റി കിട്ടി 0 is less than or equal to W. അത് ലെസ് ദാൻ or equal to 1 by n എപ്സിലോൺ ആവും. That is strictly less than epsilon. അപ്പോൾ 0 less than or equal to W less than epsilon ആയി. അത് പോസിബിൾ ആവുന്ന എപ്പോൾ മാത്രമേ ഉള്ളൂ? W is equal to 0. That means infimum is equal to 0. അടുത്ത റിസൾട്ട് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന that is corollary 3. If y is any real number greater than 0, then there exists ny belongs to n such that ny minus 1 is less than or equal to y less than ny. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. y belongs to or y is any real number. So by Archimedean property there are natural numbers and there is a natural number greater than y. അത് y നേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഒരെണ്ണാവാം, ഒന്നിൽ കൂടുതലാവും. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒക്കെ കളക്ഷൻ അതിന് ഞാൻ ഏതെന്ന് വിളിക്കുകയാണ്? E എന്ന് വിളിക്കുകയാണ്. So E is equal to the set of all natural numbers m which are greater than y. Y നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനെയാണ് ഞാൻ E എന്ന പേര് വിളിക്കുന്നത്. Clearly, by Archimedean property, E is non-empty. അങ്ങനെ ഒരു ഇത് നോൺ എംപ്റ്റി സെറ്റ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ബൗണ്ടഡ് ബിലോ 2. അപ്പൊ അതിനൊരു ഇൻഫിമം ഉണ്ടാവും. അതിനേക്കാൾ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് എലമെന്റ് ആണ്. And since E is a subset of n, there is a least element. അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും ഏതിന്? ഇക്ക്. കാരണം അതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഓർഡർലി അറേഞ്ച്ഡ് ആണല്ലോ. അപ്പൊ അതിനൊരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ny. അപ്പൊ അതിന്റെ ലീസ്റ്റ് എലമെന്റിനെയാണ് ഞാൻ ഏതെന്ന് വിളിച്ചത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് ഏത്? E എന്ന് പറഞ്ഞാൽ അതിന്റെ ലീസ്റ്റ് എലമെന്റ് ഞാൻ ഏതെന്ന് പേര് വിളിക്കുകയാണ്? ny എന്ന് പേര് വിളിക്കുകയാണ്. ny minus 1 is not an element of E. ny അല്ലേ അതിന്റെ ലീസ്റ്റ് എലമെന്റ്. അപ്പൊ ny minus 1 ഏതിൽ ഉണ്ടാവില്ല? E യിൽ ഉണ്ടാവില്ല. Also, y is a law bound of E. y സെറ്റ് ഒരു law bound ആണ്. ny minus 1 ആ സെറ്റിൽ ഇല്ല. Then
we get എന്താ കിട്ടുക? y എന്തായാലും ഏതിനേക്കാൾ ചെറുതാണ്? ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരെക്കാളും ചെറുതാണ്, അല്ലെങ്കിൽ y-നേക്കാൾ വലിയ ആൾക്കാരെ ഈ സെറ്റിലുള്ളൂ. അപ്പൊ ആ സെറ്റിലെ ലീസ്റ്റ് എലമെന്റ് ആണ് ny. സോ y ഏതിനേക്കാൾ ചെറുതാണ്? ny-നേക്കാൾ ചെറുതാണ്. ഒറ്റ കാര്യമുള്ളൂ, ആ സെറ്റിലുള്ളവരൊക്കെ y-നേക്കാൾ വലുതാണ്. അപ്പോൾ ആ സെറ്റിൽ ഇല്ലാത്തവരോ y-നേക്കാൾ ചെറുതോ ഈക്വലോ ആവും. അപ്പോൾ ഇവിടെ ny ആ സെറ്റിലെ ആളാണ്, സോ y-നേക്കാൾ വലുതാണ്. ny-1 ആ സെറ്റിൽ ഇല്ലാത്ത ആളാണ്, സോ ny-1 is less than or equal to ഏത് വരാം? y വരാം. നമുക്ക് വേണ്ടിയിരുന്നതാണ് ഏത് y എടുത്താലും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും ny, such that ny-1ന്റെയും ny-ന്റെയും ഇടയ്ക്കായിരിക്കും ഏത്? ഈ y. അപ്പൊ അത് y എന്ന് പറയുന്ന നമ്പർ ഇപ്പോ 2.5 ആണ് y എന്ന് എടുക്കുന്നെങ്കിൽ അതിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിന്റെ ഇപ്പുറത്ത് വരാവുന്ന ഏതാണ്? 2 ആണ്. അപ്പൊ ഇതാണ് ny, ഇതാണ് ny-1. പിന്നെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ എടുക്കുന്ന y എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ that itself is a natural number. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ നമ്മൾ എടുക്കുന്ന സെറ്റ് അങ്ങനെയാണ്, y-നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. ആ വലിയ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എന്നാൽ 6, 7 ഇങ്ങോട്ട് പോകും. അതിൽ ലീസ്റ്റിനെയാണ് നിങ്ങൾ ny എന്ന് എടുത്തത്. സോ ny is 6. So what is ny-1? ny-1 is 5. അങ്ങനെ വരുമ്പോൾ ny-1 is less than or equal to y and clearly less than ny. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ 4 റിസൾട്ടുകളാണുള്ളത്. ഈ 4ഉം നമുക്ക് ആവശ്യമുള്ളത്. ആദ്യത്തത് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി, എത്ര വലിയ റിയൽ നമ്പർ എടുത്താലും അതിന്റെ അപ്പുറത്ത് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും nx. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. കൊറോളറി 1 ആണ്, എത്ര ചെറിയ പോസിറ്റീവ് എപ്സിലോൺ എടുത്താലും അതിന്റെ ഇപ്പുറത്ത് ഏതുണ്ടാവും? 1/a നാച്ചുറൽ നമ്പർ ഉണ്ടാവും. കൊറോളറി നമ്പർ 2, സെറ്റ് 1/a ഇൻഫിമം 0. നമ്പർ 3, ഏത് y എടുത്താലും അതിനപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഏതുണ്ടാവും? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. ആകെ 2 തിയറംസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ ആദ്യത്തെ തിയറം, there is a positive real number x such that x square is 2. there is no rational number whose square is 2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ there is a real number whose square is 2. വേറൊരു തരത്തിൽ വേണമെങ്കിൽ പറയാം, √2 is not a rational number എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. √2 is a real number എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് വേണമെങ്കിൽ ഇതിനെ കരുതാം. there is a real number whose square is 2. അങ്ങനെ ഒരു റിയൽ നമ്പർ ഉണ്ട്, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടുന്നത്. അപ്പൊ അതിനുള്ള പ്രൂഫ് അവിടെ കൊടുക്കുന്നത്. നോക്ക്, കൺസിഡർ ദ സെറ്റ് S is equal to set of all S belongs to R such that S square is less than 2. അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2-നേക്കാൾ ചെറുതായിട്ട് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും കണക്ഷൻ നമ്മൾ S എന്ന് വിളിക്കാം. ക്ലിയർലി 1 belongs to S, കാരണം 1ന്റെ സ്ക്വയർ ഏതിനേക്കാൾ ചെറുതാണ്. So S is non-empty. Also, 2 square is equal to 4. That is greater than 2. 2ന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2-നേക്കാൾ ചെറിയ ആളുകൾ മാത്രമേ ഇതിലുള്ളൂ. 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2-നേക്കാൾ വലുതായിട്ടുള്ള ആളുകൾ ഇതിന്റെ അപ്പർ ബൗണ്ട് ആയിട്ട് വരണം. Therefore 2 is an upper bound of S. So S is a non-empty set which is bounded above. So by supremum property, S as a supremum enough. ഈ സെറ്റിന് എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ഒരു സുപ്രീമം എക്സിസ്റ്റ് ചെയ്യണം. ആ സുപ്രീമത്തിനെ നമ്മൾ ഏത് പേര് വിളിക്കുകയാണ്? X. Let X is equal to supremum of S. ഒന്നുകൂടെ, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2-നേക്കാൾ ചെറിയ ആളുകളുടെ കളക്ഷൻ ആണ് ഈ S. അത് നോൺ എംപ്റ്റി ആണ്, അതിന് അപ്പർ ബൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ബൈ സുപ്രീം പ്രോപ്പർട്ടി അതിന് എന്തുണ്ടാവും? സുപ്രീം ഉണ്ടാവും. ആ സുപ്രീമത്തിനെ നമ്മൾ ഏത് പേര് വിളിച്ചു? X എന്ന് വിളിച്ചു. അപ്പൊ ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ? X ന്റെ സ്ക്വയർ ഏതാണെന്ന് കിട്ടിയാൽ മതി. So there is a number X
which is supreme of this set എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഏതാണെന്നും കൂടെ ഞാൻ പറയുന്നു. അത് എക്സിന്റെ സ്ക്വയർ 2 എന്നും കൂടെ ഞാൻ പറയുന്നു. Then by trichotomy property, either x square is less than 2, x square is greater than 2, or x square is equal to 2. There is a real number x which is supreme of s. x ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ ലെസ് ദാൻ 2 ആവും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 ആവും, അല്ലെങ്കിൽ അത് ഈക്വൽ ടു ആവും. അങ്ങനെ 3 പോസിബിലിറ്റീസ് അവരുള്ളൂ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് കേസുകൾ കൊടുക്കും, രണ്ടും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയും. അപ്പൊ പിന്നെ മൂന്നാമത്തെ പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്തേ മതിയാവും. Case 1, if x square is less than 2. x square less than 2 ആണെങ്കിൽ we set it as ഇതിലുള്ള എല്ലാ ആളുകളുടെയും സ്ക്വയർ ചെയ്തു കഴിഞ്ഞാൽ ലെസ് ദാൻ 2 ആണ്. എക്സ് ഇതിന്റെ സുപ്രീം ആണ്. ആ സുപ്രീമം ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ സെറ്റിൽ തന്നെ മെമ്പർ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ 2 ആണെങ്കിൽ, അപ്പൊ അതാണ് ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണെന്ന് പറഞ്ഞാൽ ആ എക്സ് ഏതിലെ മെമ്പർ ആയിരിക്കണം? ഈ സെറ്റിലെ മെമ്പർ ആയിരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ then x plus 1 by n the whole square consider ചെയ്തു. Then x plus 1 by n the whole square is equal to x square plus 2x by n plus 1 by n square, that is less than or equal to x square plus 2x by n plus 1 by n. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം അതാണ്. ഞാൻ ഈ 1 by n സ്ക്വയറിനെ മാറ്റിയിട്ട് അതിനേക്കാൾ വലിയ ഒരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള 1 by n വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അറിയാമല്ലോ, n സ്ക്വയറും n ഉം കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ n സ്ക്വയർ ആയിരിക്കും വലുത്. നാച്ചുറൽ നമ്പേഴ്സ് n. അങ്ങനെ വരുമ്പോൾ 1 by n സ്ക്വയർ ഇസ് ലെസ് ദാൻ 1 by n വരും. അപ്പൊ അതാ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാക്കിയത്. So this is less than or equal to x square plus 2x plus 1 divided by. Since x square is less than 2, 2 minus x square is greater than 0. Now, by Archimedean property, on 2 minus x square divided by 2x plus 1. നോക്കുക, x എന്തായാലും പോസിറ്റീവ് ആണ്. 2 minus x square നമുക്ക് ഇവിടെ പോസിറ്റീവ് കിട്ടി. സോ 2 minus x square divided by 2x plus 1. നിങ്ങൾ നോക്കൂ, x square less than 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ x square 2 വളരെ വളരെ ക്ലോസ് ആയിക്കൊണ്ടുള്ള കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 2 minus x square എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. നമ്മൾ നേരത്തെ എപ്സിലോണിന്റെ കേസ് പറഞ്ഞ പോലെ അതിന് വീണ്ടും 2x plus 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ചെറുതായി. So now by Archimedean property on 2 minus x square by 2x plus 1, there exists ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും n. ഇവിടെ already okay, there exists a natural number n such that one by n is less than 2 minus x square divided by 2x plus 1, or 2x plus 1 divided by n is less than 2 minus x square. For that natural number n, there exists natural number n, n belongs to n. So for that natural number n, x plus 1 by n the whole square is less than or equal to x square plus 2x plus 1 by n. ആ natural number case
ലെസ് ദാൻ 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർലി ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ അല്ലേ, അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടെ പോകും. സോ ക്ലിയർലി ലെസ് ദാൻ 2 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഇസ് ലെസ് ദാൻ 2. Therefore x plus 1 by n belongs to S. നമുക്ക് എക്സ് ആരായിരുന്നു? എക്സ് ഈ എസ് എന്ന് പറയുന്ന സെറ്റിന്റെ സുപ്രീമാണ്. എക്സ് പ്ലസ് 1 ബൈ എൻ എക്സിനേക്കാൾ വലുതാണ്. എസ് അതിന്റെ സുപ്രീമോ, അതിന്റെ സുപ്രീമോ ആണ് എക്സ് വരുന്നതെങ്കിൽ ഈ സെറ്റിലെ എല്ലാ ആൾക്കാരും എക്സിനേക്കാൾ ചെറുതോ ഈക്വലോ ആവണ്ടേ? അല്ലെങ്കിൽ എക്സിനേക്കാൾ ഈ സെറ്റിലെ ഒരാൾ പോലും എക്സിനേക്കാൾ വലുതായിട്ട് വരാൻ പാടില്ലല്ലോ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് പ്ലസ് 1 ബൈ എൻ ഈസ് എ മെമ്പർ ഓഫ് ദ സെറ്റ് ആൻഡ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്. ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Since x plus 1 by n is greater than x, thus is a contradiction to x is equal to supreme of s. അതുകൊണ്ട് case 1 is not possible. So x square less than 2 is not possible. അപ്പോൾ ഇത് പോസിബിൾ അല്ല. Case 2 x square greater than 2. അപ്പോൾ വീണ്ടും നമ്മൾ എസ് എന്ന് പറഞ്ഞ സെറ്റ് ഓർക്കുക, ഇതിലുള്ള എല്ലാ ആളുകളുടെയും സ്ക്വയർ ലെസ് ദാൻ 2 ആണ്. ഈ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2, അപ്പൊ എക്സ് പുറത്തുള്ള ആളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എക്സ് മൈനസ് 1 ബൈ എന്റെ സ്ക്വയർ കണ്ടുവെക്കുക. എക്സ് മൈനസ് 1 ബൈ എന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ എൻ പ്ലസ് 1 ബൈ എൻ സ്ക്വയർ വരും. Oh, that is greater than or equal to x square minus 2x by n. So നേരത്തെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോയത്, ഞാൻ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പോകുന്നത്. അപ്പോൾ എന്തിനാണെന്നുള്ള കുറച്ച് നമുക്ക് മനസ്സിലാവും. സോ എക്സ് സ്ക്വയർ മൈനസ് 2x by n പ്ലസ് 1 by n സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ഈ 1 by n സ്ക്വയർ എന്ന് പറഞ്ഞ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്തങ്ങ് ഒഴിവാക്കി. അപ്പോൾ ആ സൈഡ് എന്താവും? ചെറുതാവും. സോ ദാറ്റ് ഈസ് ഈ പോർഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x square minus 2x by n. ഞാൻ വീണ്ടും ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. Since x square is greater than 2, x square minus 2 is greater than 0. Now, by Archimedean property, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ പോകുന്നത്. On x square minus 2 divided by, അവിടെ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു 2x plus 1 divided by n ആണ്. അപ്പൊ നമ്മൾ x square minus 2 divided by 2x plus 1 ആണ് ചെയ്തത്. ഇവിടെ 2x ആണ്. സോ 2x. ഇതിന്റെ മുകളിലാണ് ഞാൻ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. There exists n belongs to n such that 1 by n is less than x square minus 2 divided by 2x. അതായത് x സ്ക്വയറും 2 വളരെ ക്ലോസ് ആയിരിക്കും. അപ്പൊ x square minus 2 പോസിറ്റീവ് ആണ്, വളരെ ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ പോലെ. ബൈ 2x ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെറുതാവുകയാണ്. ആ ചെറിയ നമ്പറിനേക്കാൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഏതുണ്ടാവും? ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറി, അതിനേക്കാൾ ലെഫ്റ്റ് സൈഡിൽ ഏത് പോസിബിൾ ആണ്? 1 by n പോസിബിൾ ആണ്. That gives 2x by n is less than x square minus 2. അപ്പൊ ഒരു നാച്ചുറൽ നമ്പർ n ഉണ്ടാവും എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും അല്ല, ഏതോ ഒരു നാച്ചുറൽ നമ്പർ n ഉണ്ടാവും ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? 2x by n is less than x square minus 2. That gives minus 2x by n is greater than 2 minus x square. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. So 2 minus x square. ആ പെർട്ടിക്കുലർ n-ന്
for that n belongs to n, ആ നാച്ചുറൽ നമ്പറിന് x minus 1 by n the whole square നമ്മൾ കണ്ടു കഴിഞ്ഞാൽ that is greater than or equal to x square minus 2x by n. So that is greater than x square minus 2x by n is greater than 2 minus x square. So plus 2 minus x square I, x square cut ചെയ്തതായി greater than 2. ഒറ്റ കാര്യം നോക്കിയാൽ മതി, x minus 1 by n സ്ക്വയർ ഏതിനേക്കാൾ വലുതായി? 2 നേക്കാൾ വലുതായി. അപ്പോൾ ഈ x minus 1 by n എന്തിന്റെ അപ്പർ ബൗണ്ട് ആവും? s ന്റെ അപ്പർ ബൗണ്ട് ആവും. This implies x minus 1 by n is an upper bound of yes. So that is a contradiction. എന്തൊരു contradiction? x നേക്കാൾ ചെറിയ ഒരാള് x supreme ആണ്, x നേക്കാൾ ചെറിയ ഒരാള് അപ്പർ ബൗണ്ട് ആയി. അത് പറ്റുമോ? So the least upper bound അല്ലേ x. So that is a contradiction. അപ്പോൾ ഇത് പോസിബിൾ അല്ല. So case 2 is not possible. Therefore case 2 not possible. അപ്പോൾ ഇതും പോസിബിൾ. So the only possibility is x square is equal to 2. അപ്പോൾ താഴെ എഴുതാം. Therefore only possibility is x square is equal to 2. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? സ്ക്വയർ ചെയ്താൽ ലെസ് ദാൻ 2 ആയിട്ടുള്ള എസ്സുകളുടെ റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുത്തു. അത് നോൺ എംപ്റ്റി ആണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ അതിന് സുപ്രീം ഉണ്ട്. ആ സുപ്രീം ഉണ്ടെന്ന് മാത്രമല്ല, സുപ്രീം ഇസ് എ റിയൽ നമ്പർ. ആ റിയൽ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. സോ എക്സ് എന്ന് പറഞ്ഞ റിയൽ നമ്പർ ഉണ്ട് വിച്ച് ഇസ് സുപ്രീം ഓഫ് ദ സെറ്റ്. പിന്നെ നമ്മൾ നോക്കിയത് അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയറിന് 3 പോസിബിലിറ്റി ഇല്ലേ? എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആവാം, ഗ്രേറ്റർ ദാൻ 2 ആവാം, എക്സ് സ്ക്വയർ 2 ആവാം. ലെസ് ദാൻ 2 പറ്റില്ലാന്ന് കിട്ടി, ഗ്രേറ്റർ ദാൻ 2 പറ്റില്ലാന്ന് കിട്ടി. സോ ഈക്വൽ ടു 2 പറ്റുള്ളൂ. അപ്പൊ എന്താ കിട്ടിയത്? So there is a real number x whose square is 2. So താഴെ എഴുതാം ഒറ്റ സെന്റൻസ്. So there is a real number x whose square is 2. നമ്മൾ ചെയ്ത ഇതാണ്. നമ്മൾ s എന്ന് പറയുന്ന ഒരു സെറ്റ് ഇവിടെ കൺസിഡർ ചെയ്തു. So s അതിലുള്ള നമ്പേഴ്സിന്റെ ഒക്കെ പ്രത്യേകത സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ അതിനൊരു സുപ്രീം ഉണ്ട്. ആ സുപ്രീമത്തിനെ നമ്മൾ x എന്ന് വിളിച്ചു. അങ്ങനെ വരുമ്പോൾ x ന്റെ സ്ക്വയർ x സ്ക്വയർ 3 പോസിബിലിറ്റി ഉണ്ട്. ഒരു പോസിബിലിറ്റി x square less than 2, രണ്ടാമത്തെ പോസിബിലിറ്റി x square greater than 2, ആൻഡ് മൂന്നാമത്തെ പോസിബിലിറ്റി x square equal to 2. x square less than 2 ആണെങ്കിൽ x ഇവിടെ എഴുതുന്ന നമ്പർ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് കണ്ടെത്തി എ നാച്ചുറൽ നമ്പർ n with x plus 1 by n ന്റെ സ്ക്വയർ less than 2 ആണ്. അതായത് അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് വിത്ത് എക്സ് പ്ലസ് 1 ബൈ ന്റെ സ്ക്വയർ ലെസ് ദാൻ 2, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ബൈ എന്ന് പറഞ്ഞാൽ എക്സിനേക്കാൾ ഇപ്പുറത്തല്ലേ വരിക. അപ്പോൾ ഇതേ സെറ്റില് ഈ എക്സിനേക്കാൾ വലിയ ഒരു എക്സ് പ്ലസ് 1 ബൈ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്തു. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇത് പോസിബിൾ അല്ല. പിന്നെ ചെയ്തത് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ കണ്ടെത്തി ബൈ യൂസിങ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? അങ്ങനെ ആകുമ്പോൾ എക്സ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. എക്സ് മൈനസ് 1 ബൈ ന്റെ സ്ക്വയർ x minus ആ നാച്ചുറൽ നമ്പറിന് x minus 1 by n square greater than 2 എന്നത് എഴുതി. സോ x എവിടെയാണെങ്കിൽ x minus 1 corresponding to that natural number x minus 1 by n എന്ന ഇവിടെയായിരിക്കും. അതിന്റെ സ്ക്വയർ greater than 2 എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഈ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആവും. അത് പറ്റില്ലല്ലോ, കാരണം x ഏതാണ്? സുപ്രീം എന്നല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഈ രണ്ട് കേസുകളും പറ്റില്ല. സോ the only possibility is x square is equal to 2. that means x ഇവിടെയായിരിക്കും. രണ്ടാമത്തെ തിയറം ഇമ്പോർട്ടന്റ് തിയറം. പ്രത്യേകിച്ച് ഈ തിയറത്തിന് പേരുണ്ട് ഡെൻസിറ്റി തിയറം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡെൻസിറ്റി തിയറം ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ തിയറം ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് വിത്ത് എക്സ് ലെസ് ദാൻ വൈ, then there exists a rational number r such that x is less than r less than y. And in between any two real numbers x and y there is a rational number r. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതാണ് റിസൾട്ട്. സോ റാഷണൽ നമ്പേഴ്സ് ഇസ് ഡെൻസ് ഇൻ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഏത് രണ്ട് റിയൽ നമ്പേഴ്സിന്റെ ഇടയ്ക്കും ഏതുണ്ട്? റാഷണൽ നമ്പർ ഉണ്ട്.
ഓക്കെ, ആദ്യം നമുക്ക് അസ്യൂം ചെയ്യാം വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി എക്സ് ഇസ് പോസിറ്റീവ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇതേപോലെ തന്നെ പ്രൂഫ് കൊണ്ടുവരാം. എക്സ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. We have x is less than y. That implies y minus x is positive. So, by Archimedean property, on y minus x, that's a positive quantity. X less than y വളരെ ക്ലോസ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ ഏത് രണ്ട് റിയൽ നമ്പേഴ്സിന് ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ 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 ക്ലോസ് ആയിട്ടുള്ള രണ്ട് റിയൽ നമ്പേഴ്സിന് ഇടയ്ക്കും എന്തുണ്ട്, റാഷണൽ നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറയുമ്പോഴും ദേ ആർ ടു ക്ലോസ്. y minus x is positive, very 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 small positive quantity. Very small positive quantity ആകുമ്പോൾ by Archimedean property there x is n belongs to n such that നമ്മൾ എക്സലോണിന്റെ കേസ് പറഞ്ഞ അതേ കാര്യം 1/n is less than y minus x. എത്ര തന്നെ ചെറുതാലും അതിന്റെ ഇപ്പുറത്തെ 1/n എന്നുള്ളത് പോസിബിൾ ആയിരിക്കും. സോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 is less than ny minus nx വന്നു. സോ nx plus 1 is less than n. ഒരു കണ്ടീഷൻ. Now nx is positive. By Archimedean property, on nx, പക്ഷേ nx വളരെ ചെറുതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം n ഇവിടെ പറഞ്ഞിരിക്കുന്നത് n എന്ന് പറയുന്നത് ആ n തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ n എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. സോ nx എന്ന് പറയുന്ന റിയൽ നമ്പർ ഉണ്ട്. അതിന്റെ മുകളിൽ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ there exists m belongs to n. അപ്പൊ വേറെ നാച്ചുറൽ നമ്പർ ഉണ്ടാവും. അതാണ് നമ്മുടെ കണ്ടീഷൻ. such that m minus 1 is less than or equal to nx less than m. Again, corollary ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് y എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ there is a natural number ny such that ny minus 1 is less than or equal to y is less than ny എന്ന് പറയും. അപ്പൊ അതേ കേസാണ് ഇവിടെ ഉള്ളത്. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ m is less than or equal to nx plus 1 is less than m plus 1. This is 2, this is 3. From 1, 2 and 3. ഈ മൂന്ന് ഇനീക്വാലിറ്റീസും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇത് എടുക്കുന്നു. So nx is less than m. പിന്നെ ഞാൻ ഇതെടുക്കുന്നു. സോ m is less than or equal to nx plus 1. പിന്നെ ഞാൻ ഇതെടുക്കുന്നു. സോ nx plus 1 is less than ny. സോ ഇത് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ nx is less than m is less than ny. ത്രൂ ആയിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ x is less than m by n is less than y. m is a natural number, n is a natural number, so m by n is a rational number. Take r is equal to m by n. We get x is less than r less than y, where r is rational number. So in between any two x and y, എത്ര തന്നെ ക്ലോസ് ആയാലും there is a rational number in between. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്തത്. ഒന്നുകൂടെ നോക്കുക പ്രൂഫിന്റെ അകത്ത്. പ്രൂഫിൽ ആകെ ചെയ്തിരിക്കുന്നത് എത്രയേ ഉള്ളൂ, x ലെസ് ദാൻ y ആണെങ്കിൽ y മൈനസ് x is പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് മാത്രമല്ല വളരെ 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 ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതിന്റെ മുകളിൽ നമ്മൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. സോ കൊറോളറി 1 ആയിട്ട് നമ്മളത് പറഞ്ഞ് there is 1/n less than y minus x. സിംപ്ലിഫൈ ചെയ്തു ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് x പോസിറ്റീവ് ആ നമ്മൾ അസ്യൂം ചെയ്ത അവിടെ
ആൻഡ് ഇവിടെ കിട്ടിയിരിക്കുന്ന n ചിലപ്പോൾ വളരെ വലിയ നാച്ചുറൽ നമ്പർ ആയിരിക്കും. സോ nx ന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. എഗെയിൻ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി തേർഡ് കൊറോളറി ആയിട്ട് നമ്മൾ പറഞ്ഞത്. സോ nx ന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് m ഉം m-1 കൊടുക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് 1 ആഡ് ചെയ്തു. ഇങ്ങനെ 3 ഇനീക്വാലിറ്റീസ് കിട്ടി. ആദ്യം ഇതെടുത്തു ഈ പോർഷൻ, പിന്നെ ഇതെടുത്തു, പിന്നെ ഇതെടുത്തു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് nx is less than m is less than ny എന്ന് കിട്ടുന്നു. കംപ്ലീറ്റ് ആയിട്ട് n വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിസൾട്ട്. ഇത് നേരത്തെ പറഞ്ഞ ഡെൻസിറ്റി തിയറത്തിന്റെ കൊറോളറി ആണ്. If x and y are real numbers with x less than y, then there exists an irrational number z such that x less than z less than y. So in between any two real numbers x and y, എത്ര തന്നെ വളരെ ക്ലോസ് ആയാലും അതിന്റെ ഇടയിൽ ഏതുണ്ട്? റാഷണൽ നമ്പർ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് ഇറാഷണൽ നമ്പറും ഉണ്ട്. അതിന് അപ്ലൈയിങ് ഡെൻസിറ്റി തിയറം for the numbers x by root 2 and y by root 2. x by root 2, y by root 2 ഈ നമ്പേഴ്സിന് മുകളിൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യാം? ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യും. There exists rational number R such that x by root 2 is less than R less than y by root. ഇനി കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x is less than R root 2 less than y എന്ന്. Take R root 2 is equal to z. We get x is less than z less than y. Well, z is an irrational number. അപ്പൊ ഇത് ശരിക്കും ഏത് തന്നെയാണ്? ഡെൻസിറ്റി തിയറം തന്നെയാണ്. ഡെൻസിറ്റി തിയറത്തിന്റെ അകത്ത് നമുക്ക് കിട്ടിയിരുന്ന ഇൻ ബിറ്റ്വീൻ എനി ടു റിയൽ നമ്പേഴ്സ് there is a rational number. അപ്പൊ ഇവിടെ അതേ തിയറം എക്സിനും വൈക്കും അപ്ലൈ ചെയ്യുന്നത്. എക്സ് ബൈ റൂട്ട് ടും വൈ ബൈ റൂട്ട് ടും അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ റൂട്ട് ടുന്റെയും വൈ ബൈ റൂട്ട് ടുന്റെയും ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ ആർ ഉണ്ടാവും. സോ മൊത്തമായിട്ട് ഒരു റൂട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ലെസ് ദാൻ ആർ റൂട്ട് ടു ലെസ് ദാൻ വൈ എന്ന് വന്നു. ആറ് റാഷണൽ നമ്പർ ആണ്, പക്ഷെ ആർ റൂട്ട് ടു ഏതാണ്? ഇറാഷണൽ നമ്പർ ആണ്. സോ എക്സിന്റെയും വൈന്റെ ഇടയ്ക്ക് ഏതുണ്ടെന്നായി? ഇറാഷണൽ നമ്പർ ഉണ്ടെന്നായി. ഇതിന് നമ്മൾ z എന്ന് വിളിച്ചു. സോ എക്സ് ലെസ് ദാൻ z ലെസ് ദാൻ വൈ. ഈ പറഞ്ഞതായാലും നേരത്തെ പറഞ്ഞതായാലും in between any two real numbers there is a rational number and there is an irrational number എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ in between any two real numbers there are infinite number of rational numbers and infinite number of irrational numbers. ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിയാ. എത്ര തന്നെ വലിയ എക്സ് എടുത്താലും അതിന്റെ അപ്പുറത്ത് ഏതുണ്ട്? നാച്ചുറൽ നമ്പർ പോസിബിൾ ആണ്. എത്ര തന്നെ വളരെ ചെറിയ എപ്സിലോൺ എടുത്താലും അതിന്റെ അപ്പുറത്ത് ഏത് പോസിബിൾ ആണ്? 1 by a നാച്ചുറൽ നമ്പർ പോസിബിൾ ആണ്. ആൻഡ് ഒരു റിയൽ നമ്പറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും. സേ ny ആൻഡ് ny -1. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് പോസിബിൾ ആണ്. പിന്നെ പറഞ്ഞ ഡെൻസിറ്റി തിയറം ആണ്. ഇൻ ബിറ്റ്വീൻ എനി ടു റിയൽ നമ്പേഴ്സ് എത്ര തന്നെ ക്ലോസ് ആയാലും in between them there are infinite number of rational numbers and irrational numbers.